ഹലോ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്, ഒരവസ്ഥയെ കുറിച്ചാണ്. ആ അവസ്ഥയുടെ പേര് ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്നാണ്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്താണെന്ന് ഈ വീഡിയോ കഴിയുമ്പോൾ ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണേ. ഒരു പുരുഷനായിട്ടിരിക്കുമ്പോൾ നാളെ അയാൾ ഉറക്കമെണീറ്റ് വരുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് സ്ത്രീയാണെന്ന് തോന്നും, ചിലപ്പോൾ മറ്റൊരു ദിവസം അയാൾക്ക് പുരുഷനാണെന്ന് തന്നെ തോന്നും, ഇനി അടുത്ത ദിവസമോ അയാൾക്ക് യാതൊരു തോന്നലും ഉണ്ടാകാതെ ഇരിക്കാം. ഈ ഒരു അവസ്ഥയാണ് ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്, എന്നാൽ അവർക്ക് അതൊന്നും വെളിപ്പെടുത്താൻ പറ്റുകയില്ല. സമൂഹം എങ്ങനെ അവരെ അംഗീകരിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ പഴയതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ട് ജെൻഡർ എന്ന് പറയുമ്പോൾ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിലേക്ക് ഒരു കോളം കൂടി ആഡ് ചെയ്തിട്ടില്ലേ, ട്രാൻസ്ജെൻഡേഴ്സ്. അതേപോലെ ഒരു പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. നമുക്കറിയാമല്ലോ, മെയിൽ ഫീമെയിൽ മാത്രമായിരുന്നു. ഇപ്പോൾ അത് ട്രാൻസ്ജെൻഡേഴ്സിനെയും കൂടെ പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് പരിഗണനകളും മാറുന്നതാണ്. ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്നതിനെ ഏറ്റവും ഒരു വിഷ്വലൈസ് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമ്മുടെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ലാലേട്ടിന്റെ ഒരു ആഡ് ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് അത് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. ഇതിനോടകം തന്നെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും. എന്ത് രസമായിട്ടാണ് ഒരു പുരുഷന്റെ രൂപം, അതില് ഒരു മാല കാണുമ്പോൾ ഒരു സ്ത്രൈണഭാവം, അയാൾ പോലും അറിയാതെ അയാളുടെ ഉള്ളിലെ സ്ത്രീയുടെ സ്ത്രൈണഭാവം ഉയരുന്നത്. ആ മാലയിട്ട് ഒരു കണ്ണാടിക്ക് മുമ്പിൽ ഒരു സ്ത്രീ മാലയിട്ട് എങ്ങനെ അതിനെ ആസ്വദിക്കുന്നുവോ അതേപോലെ ആസ്വദിക്കുന്നതാണ് ലാലേട്ടൻ അതിൽ ചെയ്യുന്നത്. ഇതിനേക്കാൾ വാചാലയായിട്ട് എനിക്ക് എന്താണ് ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയാൻ പറ്റുകയില്ല. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആഡ് കാണുമ്പോൾ മനസ്സിലാകും. നമുക്ക് എന്താണ് ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് ഞാനൊരു വീഡിയോ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാം. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. വീഡിയോ കണ്ടില്ലേ? നിമിഷ നേരം കൊണ്ട് ഒരു പുരുഷനില് സ്ത്രൈണഭാവം ഉണരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടില്ലേ? ആ മാലയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ആസ്വദിക്കുമ്പോൾ, മുഖത്തൊക്കെ ഇങ്ങനെ തലോടുമ്പോൾ എന്ത് രസമാണ് കാണാനായിട്ട്. ഇതിനെയാണ് നമ്മൾ ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജെൻഡർ ഫ്ലൂയിഡിറ്റിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.